തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത് ശരിക്കും പഴുത്ത പഴം ഇനി കളയണ്ട കേട്ടോ. ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അപ്പൊ പഴുത്ത പഴമൊന്നും കഴിക്കാത്ത കുട്ടീസിന് ഇതേപോലെ ഒന്ന് കൊടുത്തു നോക്കൂ. ഒറ്റ എരിപ്പിന് പ്ലേറ്റ് കാലിയാക്കി തരും. മസാലയൊന്നും വഴറ്റാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇതേപോലെ തൊലി കറുത്ത നന്നായിട്ട് പഴുത്ത പഴം തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വരെ എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആവിക്ക് വെച്ച് നമുക്ക് നല്ലോണം തന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അതിനുശേഷം ചൂടായ നെയ്യിലേക്ക് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ചേർത്ത് ഒന്നും ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ എടുത്തിരിക്കുന്നത്. നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. തേങ്ങയുടെ ആ ഒരു പച്ചമണം ഒന്നിങ്ങ് മാറി വന്നാൽ മാത്രം മതി. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന്റെ മധുരം ഒന്ന് നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്താൽ മതിയേ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരുന്നു ചേർത്ത് കൊടുത്തപ്പോൾ. ഒരുപാട് മധുരമോട് കൂടുതലുമില്ല, എന്നാൽ തീരെ കുറവില്ലാതെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും നമ്മുടെ തേങ്ങയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് ശരിക്കും ചൂടായി വന്നപ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇങ്ങനെ മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തെ മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇതേപോലെ ശരിക്കും ഒന്നും കൂടെ മിക്സ് ആക്കി നല്ലോണം യോജിച്ച് വന്നതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാം. ഇനി ഈ തേങ്ങയുടെ മിക്സിന്റെ ആ വലിയ ചൂട് ഒന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവിക്ക് വെച്ച് നന്നായിട്ട് ഒന്നുങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഫോക്ക് ഉപയോഗിച്ച് ശരിക്കും ഒന്നും കൂടെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വലിയ ചൂടൊന്നാറി വന്ന തേങ്ങയുടെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം ഒരു 4-5 വലിയ ബ്രെഡ് മിക്സിയുടെ ഉണങ്ങിയ ഒരു ജാറിൽ നല്ലോണം തന്നെ ഒന്നുങ്ങ് പൊടിച്ചെടുത്തതാണ്. ആ ബ്രെഡ് ക്രംസും കൂടി ഒന്നുങ്ങ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ബ്രെഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ മാത്രമാണ് ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോരാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി കൈവച്ച് ഇതേപോലെ ഒന്നുങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് നേരെ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ എടുത്ത് നമുക്ക് വടയുടെ ഷേപ്പാക്കി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സൈഡൊക്കെ പതുക്കെ ഒന്നുങ്ങ് പ്രസ് ആക്കി കൊടുക്കാം കേട്ടോ. നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടാനും അതേപോലെ തന്നെ കുറച്ച് മുറുക്കം കിട്ടാനും വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മിക്സും ഇതേപോലെ തന്നെ വടയുടെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്നുങ്ങ് കോട്ട് ചെയ്തെടുക്കാം. വേറെ മൈദയുടെ മിക്സ് ഒന്നും റെഡിയാക്കി എടുക്കണ്ട. ഇതേപോലെ ബ്രെഡ് ക്രംസിൽ ഒന്നുങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഇതേപോലെ ഷേപ്പ് ആക്കാനായിട്ട് ബോൾസ് എടുക്കുമ്പോൾ ഒരുപാട് വലിപ്പമുള്ളത് എടുക്കണ്ട, എന്നാൽ തീരെ ചെറുതും എടുക്കണ്ട. ഒരു മീഡിയത്തിൽ അത്ര മാത്രം മതി കേട്ടോ. അതിനുശേഷം എല്ലാ മിക്സും ഇതേപോലെ തന്നെ വടയുടെ ഷേപ്പാക്കി നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. മസാലയൊന്നും വഴറ്റാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ ചേർത്ത് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി 2 വശം റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഉള്ളൊക്കെ ഓൾറെഡി വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് ആ പുറം ഭാഗം ഒന്നുങ്ങ് മൊരിഞ്ഞു വരാൻ മാത്രമേ ഉള്ളൂ. ഒന്നുങ്ങ് മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ ഒന്നുങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മസാല ഒന്നും വഴറ്റാതെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള പഴം സ്നാക്സിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും. പുറം ഭാഗമൊക്കെയാണെങ്കിലും നല്ലോണം മുരിഞ്ഞ്, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. നല്ലൊരു ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ഏകദേശം 12 എണ്ണാട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 12 വടയായിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തില്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്തു പോയ പഴം ഇനി കളയണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.